എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ഉച്ചക്കൊന്നും എനിക്കൊരു വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല, തീരെ സുഖമില്ല. അപ്പം വിചാരിച്ച് വൈകിട്ട് എന്തെങ്കിലും കുളിയെല്ലാം കഴിഞ്ഞാൽ വെച്ചാൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേന്ന് വിചാരിച്ചപ്പോൾ ഒരു പുതിയൊരു ഐറ്റം തന്നെ ഇടാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇത് ഞാനൊരു വീഡിയോയിൽ ഒരാൾ ഉണ്ടാക്കി കഴിക്കുന്നത് കണ്ടതാണേ. അപ്പം ഞാൻ വിചാരിച്ച് ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എന്ന്. അങ്ങനെ മോയിന്ന് വരുമ്പോൾ ഒരു കൈതച്ചക്ക കൊണ്ടുവന്നതിന്. അപ്പോൾ കയച്ചക്ക മുറിച്ച് നമ്മളെപ്പോൾ അപ്പട് തിന്നുകയല്ലേ ചെയ്യുക. ഒരു ദിവസം ഇങ്ങനെയൊന്ന് ആക്കി തിന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുമല്ലോ. അതിന് മോയിത വട്ടത്തിൽ കൈതച്ചക്ക മുറിച്ചിട്ട് തന്ന്. ഈ കൈതച്ചക്ക എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുള്ള സംഭവമാണ്. അത് വല്ലാണ്ട് ചൊറിയും, അതിൻ്റെ മുള്ള്. കുഞ്ഞിലൊന്നും ഞാനത് തിന്നലേ ഇല്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയാക്കി തിന്നുമ്പോൾ പിന്നെ ഉപ്പിലിട്ട കൈതച്ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് ഇങ്ങനെ ആക്കിയിട്ട് നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. അപ്പോൾ ഇതുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദോശക്കല്ല് വെക്കുക, ഒരിത്തിരി നെയ്യാക്കുക, നെയ്യിൻ്റെ അകത്ത് കുറച്ച് പൊടിച്ചിട്ട് വെള്ളം പൊടിച്ചിട്ട് ഇടുക. പിന്നെ ആ വെള്ളം ഉരുകാൻ വേണ്ടിയിട്ട് ഒരിത്തിരി വെള്ളം ചേർക്കുക. വെള്ളം കൂടുതലായി പോയി കഴിഞ്ഞാൽ വറ്റുവാൻ കുറച്ച് പണിയുണ്ടാവും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ഒരിത്തിരി തേങ്ങ ചെരിയതും കൂടി ചേർക്കുക. കുറച്ച് മതി. കൈതച്ചക്ക തോനുണ്ടെങ്കിൽ തോനെ ചേർക്കണം, കുറച്ചുള്ളെങ്കിൽ കുറച്ച് മതി. ഞാനൊരു 3-4 കഷ്ണേ ആക്കുന്നുള്ളൂ. മക്കൾ പറയുന്നുണ്ട് അമ്മക്ക് വരാൻ തന്നല്ലോ. പക്ഷേങ്കിൽ ഉണ്ടാക്കി കഴിച്ച് നോക്കുമ്പോണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് ഈ മധുരം ഇഷ്ടമുള്ളതുകൊണ്ടോ എന്നാണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. എന്നിട്ട് തേങ്ങ ഇടുക. തേങ്ങ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നല്ല ഇളക്കി കൂട്ടി യോജിപ്പിച്ച് എന്നതിന് ശേഷം എന്ത് ചെയ്യുക, കൈതച്ചക്ക എടുത്തിട്ട് ഓരോന്നിങ്ങനെ നിരത്തി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ആ വെല്ലവും തേങ്ങയും ഇതും എല്ലാം ആ കയച്ചക്കേൻ്റെ മുകളിൽ പിടിക്കുന്ന വരെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് നല്ലോണം ഒന്ന് ഇതാക്കിയിട്ട് വരിക. ഒരു എന്താ പറയണ്ടേ, വെല്ലം ഒരു ആ കയച്ചക്കേൻ്റെ മുകളിൽ പിടിക്കണം നല്ലോണം, എന്നാലേ നല്ലൊരു മധുരം നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്ക്, അടിപൊളി സംഭവം. നമ്മൾ പൈനാപ്പിൾ പച്ചടിയും കിച്ചടിയും എല്ലാം ഉണ്ടാക്കില്ലേ. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെയും കൂടി ഒന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്ക്, നല്ല രസമുണ്ടാകും. മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇന്നെൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ കൂടെ കൂട്ടുക. അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.